യഥാർത്ഥത്തിൽ പ്രണയിക്കാത്തവർ പൊട്ടന്മാരാണെന്ന് പറഞ്ഞ കെ ബി ഗണേഷ് കുമാറിന്റെ പ്രണയിക്കാത്തവരല്ല, പ്രണയമില്ലാത്തവർ. എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ സ്ഥാനം എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ബി ദിലീപ് കുമാർ. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇപ്പം പോലെ ഈ പറഞ്ഞ ഈ സോഷ്യൽ സിസ്റ്റം, അവിടെ ഒരു വാല്യൂ, അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ ഈ ഒരു ഉപരിപ്ലവമായ രീതിയിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളാണ് പൊതുവെ സമൂഹം. അത് പല ആൾക്കാരുമായിട്ടും അതൊക്കെ സംസാരിച്ചാൽ അതൊന്നും അല്ല. നമ്മൾ വ്യക്തിപരമായി പല ഇതുണ്ടാവും. പ്രശ്നം എന്താണ്? ഈ രാഷ്ട്രീയക്കാരായാലും ആരായാലും ചെയ്യുന്ന സ്വാധീനം ഏതെങ്കിലും തരത്തിൽ അവരെ സ്വാധീനിക്കുന്നുണ്ടോ? ആ നിലയിൽ, അതായത് സ്വാധീനം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായുള്ള സ്വാധീനം എന്നുള്ള, അല്ലെങ്കിൽ അയാളുടെ ഒരു ഓറയിലുള്ള ഒരു സ്വാധീനം കൊണ്ട് ആകൃഷ്ടരാകുന്നു എന്നുള്ളതല്ല, മറ്റെന്തെങ്കിലും ഒരു പ്രലോഭനം കൊടുത്തുകൊണ്ട്, എന്തെങ്കിലും അയാൾ ഇരിക്കുന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അയാൾ ഒരു ജോലിയോ തൊഴിലോ അല്ലെങ്കിൽ വഴിവിട്ട മറ്റെന്തെങ്കിലും ഒരു സഹായമോ ഇതൊക്കെ ചെയ്തു കൊടുക്കും എന്ന തരത്തിലുള്ള ചില വാഗ്ദാനങ്ങൾ, അത്തരം വാഗ്ദാനങ്ങളൊക്കെ നൽകിയുള്ള അതിനെയാണ് പീഡനം എന്ന നിലയിലേക്ക് മാറുന്നത്. മറ്റത് ഉഭയകക്ഷി രണ്ടുപേർ സമ്മതപ്രകാരം അതുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ഉപരിപ്ലവമായ ആ സാധനം ഉണ്ടല്ലോ, ഉപരിപ്ലവമായ സാധനം സമൂഹത്തിലുള്ളതാണ്, നല്ലതാണെങ്കിലും മോശം. ഞാൻ പറയട്ടെ, സൂപ്പർഫിഷ്യലി റൊമാൻറ്റിക് പുരോഗമനവാദികൾ പറയുന്ന മനുഷ്യരെല്ലാം പ്രണയിച്ചിങ്ങനെ അല്ല, ശരിയാണ്. ഇതിൽ ശരിക്കും ഞാൻ വിചാരിച്ചത് നമ്മുടെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ ആ വൃന്ദത്തിലായിരിക്കും ദിലീപിന്റെ സ്ഥാനം, അല്ല എതിർപക്ഷത്താണ്. പുരോഗമനവാദികൾ അതിനെ സെക്ഷൽ ഫ്രീഡം എന്നും മതവാദികൾ അതിനെ ലൈംഗിക അരാജകത്വം എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇതൊക്കെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വാല്യൂ സിസ്റ്റം എസ്കേൻ ഉണ്ട്. അത് ശരിയെങ്കിലും തകരേണ്ടതാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എന്റെ സിമ്പിൾ വാദം അതിനെ പൂർണ്ണമായി നെഗേറ്റ് ചെയ്ത് ഈ കാലത്ത് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ പ്രവർത്തകർ കഴിയില്ല എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടെ ഒരു വരിയേ ഉള്ളൂ പറയാം. ഈ സെക്ഷൽ ഫ്രീഡം എന്നല്ല, നമ്മൾ അതിനെ വെറുതെ ഫ്രീഡം എന്ന് മാത്രം. മനുഷ്യന് വേണ്ടത് സ്വാതന്ത്ര്യം. അതിനെ നമ്മൾ ആഡ് ചെയ്യാവുന്നില്ലല്ലോ. അല്ല, ഈ സെക്ഷൽ ഫ്രീഡം അത് ഞാൻ ഗോപിയുടെ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. അതാണ് പ്രശ്നം. നമ്മൾ എന്ത് നടന്നാലും അതിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചികഞ്ഞു പോകുന്നിടത്താണ് പ്രശ്നം. മനുഷ്യർ സന്തോഷിക്കട്ടെ. എസ്കേൻ, ഈ പ്രണയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷം നൽകുന്നതാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം ഉണ്ടെങ്കിൽ അന്യന്റെ ജീവിതത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാൻ തോന്നില്ല. അപ്പോൾ തന്നെ സമാധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.